ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ബാക്കി വന്ന ചോറാണ്. നമ്മൾ ചോറ് വയ്ക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ കൂടുതലാവാറുണ്ട്. അങ്ങനെ കൂടുതലാവുന്ന ചോറ് കളയാതെ സൂക്ഷിച്ച് വെക്കണം. അങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ ചോറ് കൊണ്ടുള്ള ഒരു പലഹാരമാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ബാക്കി വന്ന ചോറ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാണ്ട് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഉണക്കിയെടുക്കുന്ന ഈ ചോറ് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചോറിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വെയിലത്ത് ഉണക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു തടുപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഒരു തുണി വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്തെടുത്ത ചോറ് ഇതിലിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇത് വെയിലത്ത് ഉണക്കാൻ വെക്കാം. ടെറസിലാണ് ഞാൻ ഈ ചോറ് ഉണക്കാൻ വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് ഉറുമ്പൊക്കെ വരുന്നത് കൊണ്ടാണ് ഇതുപോലെ തടുപ്പയിൽ ചോറ് എടുത്ത് വെച്ചത്. ഇനി ഇത് നല്ലതുപോലെ ഉണങ്ങി വരണം. നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ദിവസം മതിയാവും ഉണക്കാനായിട്ട്, അല്ലെങ്കിൽ 2-3 ദിവസമെങ്കിലും ഉണക്കിയെടുക്കണം. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്നും കൂടി ചോറ് ഇളക്കിയെടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇവിടെ വെയിൽ കുറവായതുകൊണ്ട് എനിക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഉണങ്ങി വന്നിട്ടില്ല. ഞാനിത് പിറ്റേന്ന് ഒന്നുകൂടി ഉണക്കാനായിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണക്കിയെടുത്ത ചോറ് ഒരുപാട് കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇതൊരു തണുപ്പൊന്നും കയറാത്ത പാത്രത്തിലിട്ട് നന്നായി അടച്ചു വെച്ച് ആവശ്യമുള്ള സമയത്ത് പലഹാരമാക്കി എടുക്കാം. ഇനി ഇത് വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ചൂടാക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കിയെടുത്ത ചോറ് ഇട്ട് കൊടുക്കുക. അധിക സമയമൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അധിക സമയം വെളിച്ചെണ്ണയിൽ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് കോരിയെടുക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെയുള്ള പൊരിയില്ലേ, അതുപോലെ തന്നെയുള്ള ഒരു പൊരിയാണിത്. പൊരി പുറത്തുനിന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി വന്ന ചോറ് കൊണ്ട് തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ബാക്കി വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ പലഹാരമല്ലേ ഇത്. ഇനി എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. നമ്മളിതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ കാലം കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഉണക്കിയെടുത്ത ചോറ് നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാം. വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ബാക്കി വന്ന ചോറ് ഇനി ആരും കളയാൻ പാടില്ല. ഇതുപോലെ ഉണക്കിയെടുത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊരി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിന് മുകളിലായി ചിരകിയ തേങ്ങയും അല്പം പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും വേണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വേണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്.